ഓർത്തഡോക്സ്, യാക്കോബായ, അങ്ങനെ വിവിധ സഭകളുണ്ടല്ലോ. മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, അല്ലെങ്കിൽ CSI, ഇവാഞ്ചലിക്കല്, ബ്രദറൻ ചർച്ച്, പെന്തിക്കോസ്, പിന്നെ സാൽവേഷൻ ആർമി, തൃശ്ശൂർ ഭാഗത്ത് കൽദായ സുറിയാനി, കൽദായ സഭ, തീരദേശത്ത് ലത്തീൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ വിഭാഗക്കാരുടെ ഒരു സംഘടനയുടെ ആളല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പിന്നെ ഓരോ സഭക്കാരും സംഘടനക്കാരും ഓരോ മുക്കിനും മൂലയ്ക്കും വളവിനും എല്ലാം വളച്ചു കെട്ടിയ യേശുവിനെ വെച്ചിട്ടുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും വെച്ചിരിക്കുക. യേശുവിന്റെ കൂടെ കുഞ്ഞാട് നിൽക്കുമ്പോൾ കുഞ്ഞാടായിട്ട് തോന്നുകയല്ല, പട്ടിയായിട്ടാണ് തോന്നുന്നത്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഇപ്പം ഞാനുണ്ട് പട്ടി പറഞ്ഞ പട്ടിയല്ല ആടാന്ന് പറഞ്ഞു. അത് നിർമ്മിച്ചവന്റെ അപാകതയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ സഭക്കാരും യേശു ഞങ്ങളുടെയാന്നുള്ള ചിന്തയല്ല. യേശു ഒരു പ്രത്യേക സഭക്കാരുടെയും പ്രത്യേക സംഘടനയുടെയും പ്രത്യേക വിഭാഗത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാ. അതെ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, മറ്റവരെ താഴേക്കിടയിൽപ്പെട്ടത്, മറ്റവരിച്ചിരി മേലേക്കിടയിൽപ്പെട്ടത്, ഇതൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാ. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അത് അങ്ങനെ തന്നെ. സകല മനുഷ്യനും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഹരിനാമകീർത്തനത്തിലുണ്ട്. ഹൈന്ദവരായ സ്നേഹിതന്മാർക്കറിയാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര ആചാര്യ രൂപകരി. ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അത് അറിവുള്ളവർക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പുള്ളിയുടെ കൃപയൊക്കെ പോയി ഇപ്പം നാമം ജപിച്ച് നടക്കുക എന്ന് പറയും. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ തന്നെ ശാസിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഈ ജാതിയും വർഗവും വർണ്ണവും ഒക്കെ മനുഷ്യൻ ഉറപ്പിച്ച നിർമ്മിതികളാണ്. മുഖത്തിൽ നിന്ന് കുറെ പേര് വന്നു, ഇടഭാഗത്തിൽ നിന്ന് കുറെ പേരിറങ്ങി, കാലിൽ നിന്ന് കുറെ പേര് വന്നു, പാദത്തിൽ നിന്ന് കുറെ പേര്, എന്തെല്ലാം കൃത്രിമം ഒപ്പിച്ചു വെച്ചിരിക്കുക. മുഖത്തിൽ നിന്ന് വന്നവർക്ക് അല്പം ഗമ കൂടും, കാലിന്റെ അവിടെ വന്നവനെ മുഖത്ത് നിൽക്കുന്നവൻ ചവിട്ടും. ഒരു കാര്യം പറയാം, സകല മനുഷ്യനെയും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. അങ്ങനെ വേദ പുസ്തകത്തിൽ വായിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ ആൾക്കാരും ഇത് വിശ്വസിക്കുന്നില്ല. ഇല്ല, എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കും വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നേ. നിങ്ങളും ഈ വേദപുസ്തകമായിട്ട് നെടുക നടക്കുന്നതേ ഉള്ളൂ. വിശ്വാസമൊന്നുമില്ല, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. പള്ളിക്കൂടത്തിൽ അങ്ങനെ പഠിക്കണമായിരുന്നു, പഠിപ്പിക്കുകയും ചെയ്തു. അത് പഠിച്ചെഴുതിയെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അത് അവിടുത്തെ പഠിത്തമാണ്. കുരങ്ങ് രൂപാന്തരപ്പെട്ടെന്നാണ്. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. പിന്നെ ചില ഇടങ്ങളിൽ ചെല്ലുമ്പം, സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ചിലരുടെ ഇരിപ്പ് കാണുമ്പം എനിക്ക് ഡൗട്ടുണ്ട്. ഡാർവിൻ പറഞ്ഞതാ മിക്കവാറും. ആ നോട്ടോ ഇരിപ്പും ഒരു സന്തോഷമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഉൽപ്രേക്ഷ. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിലാശങ്ക ഉൽപ്രേക്ഷാഖ്യലങ്കൃതി. അപ്പൊ എനിക്ക്
ഇന്ന് രാത്രി ഉൾപ്രാക്ഷം ഉണ്ടാകരുത്. നിങ്ങൾ എൻ്റെ ഉൾപ്രാക്ഷം മാറ്റി വേണം വിടാൻ. ഇത് സർവജ്ഞനായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യനെ ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് സർവജ്ഞനായ ദൈവം സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഭവനാശകൻ എന്ന നല്ല പദങ്ങളാണ്. ഒരു സ്ത്രീയെ മെടഞ്ഞ് നിർത്തി. ആദാം കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ ഹവ്വായെ കണ്ടു. അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുബിംബം പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നതി ചന്തമേറിയ കാഴ്ച കാന്ത, മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം, എന്തൊരു നവസൃഷ്ടി. വാനവ പരീക്ഷയിലെങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും ചൊല്ലുന്നില്ല ഞാൻ, കാരണം അങ്ങനെ വർണ്ണിച്ചാൽ ഈ സഹോദരിമാർക്ക് അരിശം ഉണ്ടാകും. കാരണം ഹവ്വായെ വർണ്ണിക്കുമ്പോൾ നല്ല സൗന്ദര്യത്തിൻ്റെ മൂർത്തിയെ ഭാവമാ ഈ തെള്ളമാരെല്ലാം വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മതത്തിന്റെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ് അന്യോന്യം കലകിക്കരുത്, വഴക്കുണ്ടാക്കരുത്. എനിക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്. അവര് ഹിന്ദുക്കളാ, ഇവര് മുസ്ലിങ്ങളാ, ഞങ്ങൾ ക്രിസ്ത്യാനികളാ, മറ്റത് പാഴ്സിയാ, മറ്റത് ബുദ്ധനാ, ജൈനനാ, വഴക്കുണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ സ്നേഹിക്കണം. യേശുവും പഠിപ്പിച്ചത് അങ്ങനൊക്കെ തന്നെ. നേർക്ക് നേരെ കാണുന്ന സഹോദരനെ, മനുഷ്യനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ശ്രീനാരായണ ഗുരു അവർകള് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ചരിത്രം പഠിക്കുന്ന കണ്ണാടി പ്രതിഷ്ഠ, എനിക്ക് തോന്നുന്നത് കളവങ്കോട്ടാന്ന് തോന്നുന്നു, ഇല്ലയോ? കണ്ണാടി പ്രതിഷ്ഠ. ക്ഷേത്രം എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥം സ്ഥലമെന്ന സ്ഥലം. അപ്പോൾ അവിടെ അകത്ത് കണ്ണാടി കൊണ്ട് ശ്രീകോവിലിനകത്ത് കണ്ണാടി പ്രതിഷ്ഠിച്ചു. നല്ല ആശയമാണ്. കാരണം രാവിലെ കുളിച്ചു തൊടാൻ ചെല്ലുന്നവര്, വൈകുന്നേരത്ത് ദീപാരാധനയ്ക്ക് ചെല്ലുന്നവര് കണ്ണ് അടച്ച് നട തുറക്കുമ്പം ഇങ്ങനെ നോക്കുമ്പം ഈ നിൽക്കുന്ന പുള്ളിയെ തന്നെ അകത്ത് കാണുന്നേ. അപ്പൊ ആ നല്ല മനുഷ്യനോട് ആരോ ചോദിച്ചു, ഇന്നയിനടുത്തല്ല ഇന്ന പ്രതിഷ്ഠ വെച്ചല്ലോ, ഇവിടെ കണ്ണാടിയാന്നല്ലോ. അപ്പം ആ നല്ല മനുഷ്യൻ മറുപടി പറഞ്ഞു, നീ ഇവിടെ വന്ന് നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം വീട്ടിൽ പോകാൻ. അല്ല, പെന്തിക്കോസുകാരോടും ഞാൻ പറയാം, ക്രിസ്ത്യാനികളോടും പറയാം, നീ കൺവെൻഷന് വന്നത് നല്ലതാ, പള്ളി വരുന്നത് നല്ലതാ, അഞ്ചരയുടെ കുർബാനയ്ക്ക് കയറുന്നത് നല്ലതാ, കുമ്പനാട്ടിൽ നിന്ന് തമ്പേറ് മേടിച്ച് കമത്തിയിട്ട് അടിക്കുന്നത് നല്ലതാ. പക്ഷേ അടി ഒത്തിരി നടന്നില്ലെങ്കിൽ നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം പോകാൻ. എന്നാ നിങ്ങളല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ? പാടിക്കുഴഞ്ഞതാന്നോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ നന്നായിട്ട് കാണണം. പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ നേരമില്ല, അപ്പുറം ഇരിക്കുന്നവനെയാണ് നോക്കുന്നത്. അവൻ അനങ്ങുന്നുണ്ടോ, കണ്ണ് വെട്ടിക്കുന്നുണ്ടോ, മോന്ത എങ്ങനെ ഇരിക്കുന്നു, അവൻ ചുണ്ട് കൂർപ്പിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുക മൊത്തം. എന്നിട്ട് യോഗം കഴിയുമ്പോൾ പുള്ളി എന്നെ അങ്ങനെ ഇരുന്നേ, നിന്നെ ഒന്ന് നോക്ക്. നമ്മളെ ഒന്ന് കാണേ.
ചെല്ല് പറയാറുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. നീ ആദ്യം അങ്ങോട്ട് സ്നേഹിക്കുക. അമ്മായിമ്മ വരിക, പക്ഷേ മരുമകൾക്ക് എന്നോട് ഒരു താല്പര്യം അല്ല. നിനക്ക് ആദ്യം താല്പര്യം വരും മരുമകളോട്. നീ മരുമകളുടെ കുറ്റവും കുറവും എല്ലാം മോളോട് പറയുക. മോള് വരും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരികല്ലോ, കുരുക്കൊപ്പിക്കാൻ വരുന്നതാണ്. എന്തായാലും മരുമകളുടെ കുറ്റമെല്ലാം മോളോട് പറയുക, അതല്ല ചെയ്യേണ്ടത്. ആദ്യം മോളെ അങ്ങോട്ട് സ്നേഹിക്കേ. മരുമകളും പറയുക, സ്തോത്രം പാസേ, പ്രാർത്ഥിക്കണം. അച്ചാച്ചന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യം. ആദ്യം നീ അമ്മയൊന്ന് താല്പര്യപ്പെട. യേശു പഠിപ്പിച്ചത് തന്നെ പോലെ തന്റെ. അപ്പൊ ആദ്യം നമ്മെ സ്നേഹിക്കണം. ആദ്യം നമ്മളെ സ്നേഹിക്കണം. അല്ല, ഈ മറ്റുള്ളവരെ സ്നേഹിക്കാത്തതിന്റെ കാരണം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഇല്ല. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അവരെന്നെ സ്നേഹിക്കും. നാമം ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പോഴും ബഹുമാന്യരായി പ്രിയപ്പെട്ടവർ ചൊല്ലും. ആ വരി ഇങ്ങനെ, അന്യർക്കു ഗുണം ചെയ്വതി നിങ്ങൾ എന്തിക്കാ, പുള്ളി പിന്നെ ബന്ധനമാണല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണ്ടേ? അല്ല, മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം. നമ്മളോട് സ്നേഹമില്ല. അതിനൊരു തെളിവ് ഞാൻ തരാം. ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്, ഇപ്പൊ തൽക്കാലം ഒന്ന് മതിയല്ലോ. ചില പിള്ളേരെ ശുണ്ടിയെടുത്ത് അമ്മയുടെ അടുക്ക വരുമ്പോ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കൊച്ചേ പൊക്കോണം, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ആട്ടെ, എന്നാ ഇന്നെങ്കിലും കേക്ക്. മോൻ കേട്ടിട്ടില്ലേ? നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതാ ചെല്ലി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊച്ചപ്പൊക്കോണം, ഞാൻ എന്നെ തന്നെ പിടിക്കാതായി ഇവിടെ കുടുംബത്ത്. പറഞ്ഞാൽ വിചാരിക്കുന്ന ഈ മോന്ത കാണുമ്പോ അറിയാം, ഇരിപ്പ് കാണുമ്പോ അറിയാം. അപ്പൊ നിനക്ക് നിന്നോട് തന്നെ ഒരു താല്പര്യമില്ല, പിന്നെങ്ങനെ അപ്പുറത്തുകാരൻ സ്നേഹിക്കുന്നേ? ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കണം. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇത്രത്തോളം ആയുസ് ദൈവം തന്നു. അനേകര് കിടപ്പിലായപ്പോൾ ദൈവം എനിക്ക് ആരോഗ്യം നൽകി. ഇതുവരെ ദൈവം എന്നെ സൂക്ഷിച്ചു. ദൈവത്തിന് നന്ദി. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു വീട്ടന്റെ അരുമനാഥനെ. അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനേ. അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനേ. അപ്പൊ ഇന്ന് രാത്രി മറ്റുള്ളവരെ സ്നേഹിക്കുക. ഒന്നുകൂടെ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, മതത്തിന്റെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അലോഗ്യം ഒന്നും ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട്, മനുഷ്യനായി സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത്, അതാ യേശു പഠിപ്പിച്ചത്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ഇത് പുതിയ ആശയമൊന്നുമല്ല, കർത്താവ് പറഞ്ഞ് ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ആട്ടെ, വിവരിക്കുന്നില്ല. മുന്നിൽ ഇരിക്കുന്ന ചിലർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, പോകാതിരിക്കുകയെന്ന് എനിക്കറിയാം. ഇത് പറയാനായിരുന്നെങ്കിൽ മുന്നിൽ വന്നിരിക്കേണ്ട കാര്യം
ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എഴുന്നേറ്റ് പോകാനും ഒക്കെ അല്ല, കാരണം അയാൾ ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ച് പറഞ്ഞെങ്കിൽ. ഇനിയിപ്പോൾ ഇന്ന് പിടിയിരിക്കേ. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ സുവിശേഷം അത് സഭ മാറ്റുകയല്ല, സംഘടനയല്ല, മതം മാറ്റമൊന്നുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ സഭയുടെ സംഘടനയ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ ഭജിക്കാം, ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് സമയത്തും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് പ്രായത്തിലുള്ളവർക്കും യേശുവിന്റെ അടുക്കൽ വരാം. അതാണ് യേശു ക്രിസ്തു. നിന്റെ ഡ്രസ്സ് നോക്കുന്നില്ല, നിറം നോക്കുന്നില്ല, ഭാഷ നോക്കുന്നില്ല, കളർ നോക്കുന്നില്ല, കുടുംബ മഹിമയൊന്നും നോക്കുന്നില്ല, പണത്തിന്റെ ഹുങ്കും മുഷ്കും ഒന്നും നോക്കുന്നില്ല. എന്നാൽ മറ്റ് ഇടങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് വ്യക്തികൾക്കൊക്കെ ചെന്നാലൊക്കെ മൊത്തത്തിലൊരു നോട്ടമൊക്കെ ഉണ്ട്. ഇന്ന ആൾക്കാർക്ക് വരാം, ഇന്ന ആൾക്കാർ വരരുത്, ഇന്ന ദിവസം വരണം, ഇന്ന ദിവസം വരരുത്. അവിടെ ഒരു ശാന്തമ്മയുണ്ട്, ശാന്തമ്മയെ കാണണമെങ്കിൽ ബുധനാഴ്ച ചെല്ലാവുള്ളൂ. തിങ്കളാഴ്ചയാണ് നമുക്ക് വണ്ടിക്കൂലി കിട്ടിയത്, എന്നാൽ ശാന്തമ്മയെ കാണാൻ നീ, എന്നാൽ ശാന്ത മുഖം തരികയല്ല, ശാന്ത ദൈവം കളിച്ചിരിക്കുക. കോട്ടയത്തുണ്ടായിരുന്ന തങ്ക, അത് വെള്ളിയാഴ്ച എന്നെങ്കിലേ തങ്കേനെ. ബാബുവിൻ്റെ ഇവിടെ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. എല്ലാം കുട്ടി ദൈവങ്ങളാ, തങ്കയും ബാബു. യേശുവിന്റെ അടുക്കൽ ഏത് സമയത്തും വരാം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഇന്ന് രാത്രി ഏർക്കും ഏറെ സമയത്തും ഏത് വ്യക്തിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിന്റെ അടുക്കൽ വരാം. ഓടിച്ചു മുമ്പോട്ട് പോകാൻ സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. ഒരു വിഭാഗത്തിന്റെ ആളല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇനി എന്തിനായി സുവിശേഷം? എന്തിനാ സുവിശേഷം? കുറെ ആൾക്കാരുടെ വയറ്റിപ്പഴപ്പിനല്ല, ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാര് ഒരു മാർഗം കണ്ടെത്തിയതല്ല, ആർക്കും വേണ്ടാത്ത കുറെ ആൾക്കാരുണ്ട്, അവര് ഇങ്ങനെ നടക്കുക അല്ല. സമൂഹത്തിൽ എല്ലാവരും വെറുക്കുന്ന കുറെ ആൾക്കാരുടെ മാർഗമായത് അല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നും. കേരളത്തിലെ, ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ലോകത്ത് മുഴുവൻ കണ്ണോടിച്ചു. നമ്മളിവിടെ മാത്രം ഇങ്ങനെ പമ്മിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത്. പൊട്ടക്കുളത്തിൽ പുളകം പണീന്ദ്രൻ. പണ്ട് ക്രൈസ്തവർക്ക് കവികൾ അധികമില്ല, ആകെ ഉണ്ടായിരുന്നത് കട്ടക്കയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാലായിലെ മാത്തുച്ചൻ വന്നു. അപ്പൊ പണ്ട് പിന്നെ ചേകോട്ട് ആശാനായിരുന്നു, അത് പണ്ട് ചേകോട്ട് ആശാൻ. പിന്നെ ഇടക്കാലത്ത് സൈമൺ സാറ് വന്നു. അപ്പൊ അതിന് മുമ്പ് കവികളൊന്നുമില്ല. അപ്പം പ്രഗത്ഭന്മാരെല്ലാം മറ്റ് നിലകളിലുള്ളവരാ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അതുപോലെ വള്ളത്തോൾ നാരായണ മേനോൻ, കലക്കത്ത് കുഞ്ചൻ നമ്പിയാര്, പിന്നീട് ചെറുശ്ശേരി ഉത്തണ്ടവാര്യര്, ബ്രഹ്മശ്രീ നീലകണ്ഠ ശർമ്മ അവർകള്, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ.
സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്, പിന്നെ എൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യര്, എല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള പ്രഗത്ഭന്മാരുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് അധികം കവികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കട്ടക്കയ്യൻ ചെറിയ മാപ്പിള, അപ്പൊ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഭയങ്കര ഇളകി, ഞങ്ങൾക്കും കവിയുണ്ടെന്ന്. അപ്പം മറ്റു കവികള് ഒരാൾ ഒരു എഴുത്തെഴുതി, ഒരു പദ്യം എഴുതി. അതാ പൊട്ടക്കുളത്തിൽ പുളകൻ ഫണീന്ദ്രൻ, തട്ടിമേൽ എലി മൃഗാതിരാജൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കട്ടക്കയം കവി കാളിദാസൻ. മനസ്സിലായില്ലല്ലോ? അത് മനസ്സിലാകാതിരിക്കുന്ന നല്ലത്. പൊട്ടക്കുളത്തിൽ പൊളകനാ അവിടുത്തെ വെമ്പാല. പൊട്ടക്കുളത്തിൽ വല്ലോ നല്ല പാമ്പി എന്ന് കയറുമോ? അവിടെ ആകെക്കൂടെ ഉള്ളത് 2 നീർക്കോലിയും 2 കട്ടപ്പൊളകനും പിന്നെ തട്ടി വീണൊരു മഞ്ഞച്ചേരി. അപ്പൊ അവിടെ പൊളകൻ തന്നെയാണ്. തട്ടിന്മേൽ എലി മൃഗാതിരാജൻ, തട്ടിന്റെ പുറത്ത് എലി തന്നെ അവിടുത്തെ രാജാവ്. കാരണം അവിടെ പാറ്റയും പല്ലിയൊക്കെ ഉള്ളു. പിന്നെ ഇച്ചിരി മുഴുത്തത് വാക്കമുള്ളത് എലിക്ക. തട്ടിന്മേൽ എലി മൃഗാതിരാജൻ, കാട്ടാളരി കാപ്പിരി കാമദേവൻ. വ്യാഖ്യാനിക്കുന്നില്ല. കട്ടക്കയം കവി ക്രിസ്ത്യാനികളുടെ ഇടയിലെ കട്ടക്കയമാണ് കാളിദാസൻ. നമ്മളാ ഇടുങ്ങിയ അനുഭവത്തിൽ ഇരുന്നാൽ തോന്നും നമ്മളാ ഇങ്ങനെയൊക്കെയെന്ന്. എന്നാൽ ഒരു കാര്യം പറയാ, സുവിശേഷം ഒരു വിഭാഗത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ അല്ല, സുവിശേഷം മുഴുവൻ ലോകത്തിനുമുള്ളതാണ്. എന്തിനാ ഈ സുവിശേഷം? വൈദ്യപ്പഴപ്പനല്ല, ഒരു ജോലിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സുവിശേഷം എന്തിനാ? വായിച്ചേ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചു, ഓടിച്ചോടിച്ച് വായിക്കണേ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. രക്ഷാകരമായ നന്നായിട്ട് വായിച്ചേ. സകല മനുഷ്യർക്കും അവിടുന്ന് വായിക്കണ്ടേ. ദൈവദാസൻ തന്നെ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതിൽ ആശിച്ച് വായിച്ചതല്ലേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ആ ഉദയം യേശുക്രിസ്തുവിന്റെ ഉദയമാണ്. വിസ്തരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും. ഇതൊരു വിഭാഗത്തിന്, ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല സുവിശേഷം. സകല മനുഷ്യരും രക്ഷപ്പെടാൻ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്, ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, ഈ നാമത്തിൽ കുരുടർക്ക് കാഴ്ച ലഭിക്കും, ഈ നാമത്തിൽ ചെകിടർക്ക് കേൾവി കേട്ടും, ഈ നാമത്തിൽ മുടന്തര് നടക്കും, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അവന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമുണ്ടാകും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്ന യേശുവിന്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം, പകർന്ന തൈലം പോലുള്ള നാമം, പരിശുദ്ധ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. സ്തോത്രം. ആ നാമത്തിൽ പാപമോചനമുണ്ട്, ആ നാമത്തിൽ വീണ്ടെടുപ്പും വിടുതലുമുണ്ട്. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട. ഇവിടെ പിന്നെ സ്തോത്ര കാഴ്ച എടുക്കുന്നത് രക്ഷപ്പെടാനൊന്നുമല്ല, പുള്ളി രക്ഷപ്പെടാനാ.
അതിൻ്റെ കാരണം പുള്ളിയുടെ കുഴപ്പമല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇത്രയും കസാര, ഈ സ്റ്റേജൊക്കെ നന്നായിരിക്കുന്നു കേട്ടോ. ഇതിനെല്ലാം ചിലവുള്ളതാണ്. അപ്പോൾ അതിന് കൊടുക്കണം. അത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. മൈക്ക് സെറ്റുകാർ, അവർക്ക് മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. മോൻ്റെ പേരെന്നാ? പൊന്തമ്പുഴക്കാരനാണോ? ലൈസാമ്മയുടെ സണ്ണിയുടെ പൊന്തമ്പുഴ? ആയിക്കോട്ടെ. പിന്നെ നന്നായിട്ട് രക്ഷിക്കപ്പെട്ടോണേ, യേശുവിനെ അറിഞ്ഞോണേ. ഇതെല്ലാം വർക്ക് ചെയ്ത് വെച്ച് പിന്നെ പരുവക്കേടാകരുത്. നന്നായിരിക്കുന്നു കേട്ടോ. മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇത് ചിലയിടത്ത് ചെന്ന് നമ്മൾ പ്രസംഗിച്ചാൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല കേട്ടോ, നല്ല സുഖമുണ്ട്. ചിലയിടത്ത് ചെന്ന് അല്ലേലിയാന്ന് പറഞ്ഞ അളിയാന്നാ കേൾക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കണം. സെറ്റ് വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നല്ലോ, അത് ചെയ്യണം. പാട്ടുകാർക്ക് കൊടുക്കണം, ഇവർക്കെല്ലാം ചെയ്യണം. അപ്പൊ അതിന് ചെലവുണ്ട്. അത് സ്വർഗത്തിൽ പോകാനല്ല, കടമില്ലാതെ മറ്റ് ബുദ്ധിമുട്ടില്ലാതെ അദ്ദേഹവും ഇനി കർത്താവ് വരാൻ താമസിച്ച അടുത്ത കൊല്ലവും നടത്തണം. സ്തോത്രം. അത് സ്വർഗത്തിൽ പോകാനല്ല. സ്വർഗത്തിൽ പോകാൻ 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. സാധാരണ ഉപദേശിമാര് പറയുമ്പോൾ കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് ആത്മാർത്ഥമായി ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് മഹത്വം. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഗജം വെളുത്തവനെ, ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ, ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ, ജ്വാലാഗ്നിലോചനനെ, ഉച്ചക്കതീരവൻ പോൽ ഉജ്വലദാനനെ, ഉച്ചക്കതീരവൻ പോൽ ഉജ്വലദാനനെ, ദേവകുമാര സർവപാപവിദൂരാജയിക്ക, ദേവകുമാര സർവപാപവിദൂരാജയിക്ക. ഇന്ന് രാത്രി രക്ഷിപ്പാൻ കഴിവുള്ളവൻ, വിടുവിപ്പാൻ കഴിവുള്ളവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഓടിച്ചു പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? വായിച്ചേ, 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചോ. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം ഒന്ന് വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും. അപ്പൊ ശ്രദ്ധിക്കുക, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഒന്നുകൂടെ ആ തിരുവഴുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വായിച്ചാട്ടെ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അപ്പൊ എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. ജാതികൾ മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും ഇത് കേൾക്കണം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ചരിക്കുന്ന സകല ആൾക്കാരും ഇത് കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അതിനാ മറ്റു വിഷയങ്ങൾ പലതും കേട്ടാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക, ഭീതി ഉളവാക്കുന്ന, മനോദുഃഖം വർദ്ധിപ്പിക്കുന്ന, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന, ഹൃദയത്തെ തകർക്കുന്ന വാർത്തകളാ ഓരോ ദിവസവും കേട്ടോണ്ടിരിക്കുന്നത്. അതെ, ഓരോ ദിവസവും കേൾക്കുന്നത്. പത്രമെടുത്ത് നോക്കിക്കേ, ദൃശ്യമാധ്യമങ്ങളെല്ലാം നോക്കിക്കേ, നല്ല വാർത്തയാണോ? അല്ല. ജ്യൂസിനകത്ത് കലക്കി കുടിപ്പിച്ചു, കൊന്നു, നല്ല വാർത്തയാണോ? നിങ്ങൾക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നും, എനിക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല.
പ്രാരാബ്ദം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പിള്ളേരെ കിണറ്റിലിട്ട് കൊന്നു. നല്ല വാർത്തയാണോ? അല്ല. ഭാര്യയെ തുണ്ടം തുണ്ടമായിട്ട് നുറുക്കി ഒരുത്തൻ മിക്സിക്കകത്തിട്ട് അടിച്ചെന്നോ അതാണ്ടൊക്കെ കേൾക്കുന്നു. ഇല്ല, അങ്ങനല്ലേ? കേട്ടില്ലേ ഒന്നും? നല്ല വാർത്തയാണോ? പൂനെയിലെ ഒരുത്തിയെ ദുബൈക്ക് ഭർത്താവ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒറ്റ ഇടി മോന്തക്കിട്ട് അവൻ ചത്തു. നല്ല വാർത്തയാണോ? വായിച്ചില്ലേ? അവളോട് അവൻ പറഞ്ഞു എന്നെ ദുബൈക്ക് കൊണ്ടുപോകാമെന്ന്. സമയത്ത് അവൻ കൊണ്ടുപോയില്ല, എന്തോ തടസ്സം വന്നു. അവൾ ഒറ്റ ഇടി കൊടുത്ത് മോന്തക്കിട്ട് അവൻ അന്നേരം ചത്തു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കൊണ്ടുപോകാനൊക്കെ പറയുന്നത്. ഒറ്റ ഇടിക്ക് തന്നെ ഇപ്പൊ ചെല്ലു പറയാ, പക്ഷെ അവളെന്നെ ഒന്ന് ഇടിച്ചതാ, കൃപയാൽ ഞാൻ ചത്തില്ല ആയിട്ട്. ഇനി ഇടി മേടിക്കാതിരിക്കാൻ ഒരു സഹോദരി പറഞ്ഞു, എന്നെ അടിച്ചു, ഞാനും ഒരു അടി കൊടുത്ത്, പിന്നെ ഇന്ന് വരെ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടിക്കായിരുന്നു ആയം. കേൾക്കുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല. മാതാപിതാക്കളെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുന്ന അവിടെ നിർത്തിയച്ചങ്ങ് പോയി. മക്കള് പള്ളിപ്പെരുന്നാളിന് കൊണ്ടുപോയി അവിടെ ആളും തള്ളുവല്ലോ ഇട്ടേച്ചങ്ങ് പോയി. അനാഥശാലയെ കൊണ്ട് മാതാപിതാക്കളെ ജനിപ്പിച്ച അപ്പനെയും 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയും കൊണ്ട് ഉപേക്ഷിച്ചു പോയെന്ന് നല്ല വാർത്തയാണോ? മരുമക്കൾക്ക് അത് നല്ല വാർത്തയായിരിക്കും, പക്ഷെ അപ്പനും അമ്മയ്ക്കും മനോദുഃഖമാണ്. കേൾക്കുന്നവർക്ക്, മനസാക്ഷിയുള്ളവർക്ക് നല്ല വാർത്തയല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നല്ല വാർത്തയാണോ? കൊച്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്നത് നല്ല വാർത്തയാണോ? മതത്തിൽ ചേർക്കാൻ പെടലി കണ്ടിക്കുന്നു നല്ല വാർത്തയാണോ? ആണോ? മടിവാള് ചുടറ്റി ശക്തി ഭീഷണിപ്പെടുത്തി നല്ല വാർത്തയാണോ? അല്ലല്ല. എന്റെ മതത്തിൽ ചേരണം, ചേർന്നില്ല നിന്നെ കണ്ടിക്കും നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സാധുവായ മനുഷ്യനെയും പിള്ളേരെയും ചുട്ടുകൊന്നു, കത്തിച്ചു നല്ല വാർത്തയാണോ? കത്തിച്ചവന് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് തോന്നും, അനുകൂലിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് ചെല്ലു കേൾക്കുമ്പോൾ മറ്റവനെയും കൂടെ കത്തിക്കാൻ നല്ല വാർത്തയല്ല. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഇതൊന്നും നല്ല വാർത്തയല്ല. അപ്പൊ ഇവിടെ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ കർണത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം നല്ലതല്ലല്ലോ. ഉണ്ണായി വാര്യര് നളചരിതത്തിൽ പണ്ട് ഒരു വരി കുറിച്ച് വെച്ചു, ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമസൗരവം നാസാഗുഗരസരസൈരിപം. സ്കൂളിൽ പഠിച്ചതാ, നളചരിതമാണ്. പൂന്തോട്ടത്തിലെ തോഴിമാരുമായിട്ട് ദമയന്തി നിൽക്കുമ്പം അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. പഠിച്ചതല്ലേ? ഇപ്പൊ ചെല്ലി എന്തിക്കുക, പഠിക്കുകയായിരുന്നു, ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുമായിരുന്നു എന്ന്. അപ്പൊ അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കവിയുടെ ഭാവന, മിന്നൽ കൊടി ഇറങ്ങി വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ സ്വർണവർണ്ണമഹാ അന്നം പറന്നിങ്ങു വരികയോ കണ്ണുകൾക്ക് ഇത് നല്ല പിയൂച്ചരികയോ. അപ്പൊ അരയന്നം വന്നപ്പം കൂടെ നടന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭിതോന്നുമാർ മന്ദം നടന്നാൽ അതബദമയന്തി ആളിമാരോർ വേറിട്ടങ്ങത് പൊടുതര എന്ന പ്രൗഢനൂജേ സകാസം. അപ്പൊ അരയനോ ആയിട്ട് മാറി കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പം പുള്ളിക്കാരി ഉടനെ ഇതെല്ലാം കഴിഞ്ഞേച്ച് പറഞ്ഞ് നമുക്ക് അങ്ങ് കൊട്ടാരത്തിലോട്ട് പോകാന്ന്. വരി നല്ലതാ. ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ചെവിക്കകത്തോട്ട് കുന്തം കൊണ്ട് തുളയ്ക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നല്ല വാർത്തയല്ലല്ലോ. കുസുമ സൗരഭം നാസാകുകര സരസൈരിപം. ഈ പൂക്കളുടെ സുഗന്ധം
പുള്ളിക്കാരിക്ക് അങ്ങ് ദുർഗന്ധമായിട്ട് തോന്നിട്ട് നാസാകുകര ഈ അകത്തോട്ട് കയറിയിട്ട് അങ്ങ് അസ്വസ്ഥതയാ പോകാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങ് വിട്ടേക്കാം. ഈ കേൾക്കുന്ന വാർത്തകളും വായിക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് മനോദുഃഖവും വെപ്രാളവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. ചില വാർത്ത ഇന്നാളൊരു അമ്മ പറഞ്ഞു, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചു എന്നാ? പത്രം രാവിലെ വായിച്ചപ്പോഴേ വണ്ടി ഇടിച്ചു 5 പേര് മരിച്ചു. ആ ഫോട്ടോയും കണ്ട് ആ കുഞ്ഞുങ്ങളുടെ കിടപ്പ് കണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നേ ഇല്ല. ഉണ്ടോ? കേൾക്കുന്ന വാർത്തയെല്ലാം ദുഃഖമുണ്ടാക്കുന്ന വാർത്ത. അന്യോന്യം കൊമ്പ് കൂർക്കുക, പള്ളിയുടെ പേര് പറഞ്ഞ് നടുറോടി കിടന്ന് വഴക്കുണ്ടാക്കുക, വൈദികനെ തല്ലുക. ഇല്ലേ വാർത്ത? ഒന്നും വായിക്കുന്നില്ലേ? എന്നെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. 82 വയസ്സം കണ്ടൊരു വൈദികനെ. അപ്പം വേറെ ആൾ പറഞ്ഞു, അയാൾ എന്തിനാ അങ്ങോട്ട് ചെന്നത്? അയാൾ പിന്നെ പള്ളിയിൽ പോകാതെ പിന്നെ എന്നതാ? വഴി കിടന്ന് വഴക്ക. വിഷയം യേശുവാ. യേശു ഇതെല്ലാം കണ്ട് അന്തം പെടുക. ദൈവമേ, ഈ വിവരദോഷികള്. കേൾക്കുന്ന വാർത്തയെല്ലാം സ്വൈര്യക്കേടുണ്ടാക്കുന്നതാണ്, മനോദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാ. എന്നാൽ ഇതിന്റെ നടുവിൽ അവൻ മനസ്സിന് കുളിർമയേകുന്ന, കാതുകൾക്ക് ഇമ്പം വരുത്തുന്ന, കർണങ്ങൾക്ക് സുഖം വരുത്തുന്ന നല്ല വാർത്ത, അതാണ് സുവിശേഷം.